ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ മസ്കറ്റ് നൈറ്റ്സ് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എന്നാൽ പിന്നെ അത് കാണാൻ പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയത് കുറം നാഷണൽ പാർക്കിലാണ്. പിന്നെ അതുപോലെ എൻട്രി ഫീസ് 500 പൈസ കിഡ്സിനും 1 റിയാൽ അഡൾട്ട്സിനും. പിന്നെ ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് കൂടുതലുള്ളത്. പിന്നെ കയറിന് അവിടെ തന്നെ ചെറിയൊരു കടമായിട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറുമ്പോഴാണ് ഫുള്ള് DJ ലൈറ്റും അതുപോലെ ലേസർ ഷോയും പിന്നെ അതുപോലെ ഡ്രോൺ ഷോയും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയതാണ്. കുറച്ച് വൈകിപ്പോയി, പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ നേരത്തെ എത്തിയാൽ നല്ലത്. പിന്നെ ആദ്യം കയറിന് അവിടെ തന്നെ ജെയിൻ വീലും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോരോ ചാർജുകളുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എൻട്രി ലൈറ്റൊക്കെ ഇട്ട് ബലൂണുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് എവിടെയൊക്കെ ഉള്ളത് എന്ന് കാണിക്കാൻ. പിന്നെ അതുപോലെ ഞങ്ങളിവിടെ എത്തി. പിന്നെ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി എത്തിയതാണ്. പക്ഷേ ഞങ്ങൾ എത്തിയതും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ആ ടൈമിംഗ് ഒക്കെ അറിഞ്ഞിട്ട് അത് നോക്കി പോയാൽ മതി. പിന്നെ ഇവിടെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെ ഫുഡുകളും വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടും. ഇവിടെ തന്നെ DJ പരിപാടിയൊക്കെ നടക്കും. അതുപോലെ സ്റ്റേജ് ഷോ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ ബലൂൺ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓരോ ടച്ച് ചെയ്യുമ്പോഴും ലൈറ്റ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ കുറേ ലൈറ്റ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മരത്തിൽ തന്നെ ലേസറിന്റെ ഓരോരോ ചിത്രങ്ങളൊക്കെ വരും. അതൊക്കെ നല്ല രസമാണ്. കുറേ ആൾക്കാർ അവിടേക്ക് ഇരുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കണ്ടപ്പോഴാണെങ്കിലോ എൻ്റെ ഒപ്പം വന്നവരൊക്കെ പിന്നെ അവിടെ പോയി കളിക്കാൻ തുടങ്ങി. പിന്നെ അവരെയൊക്കെ വിളിച്ചിട്ട് വേണം വരാൻ. അത് കഴിഞ്ഞിട്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പുള്ളിയാണെങ്കിലോ ബാക്കിലുള്ള അതുമാതിരി ആക്ഷൻ ചെയ്യുന്നതാണ്. പക്ഷെ അത് യേശു ക്രിസ്തുവായി പോയി, പാവകൾ. പിന്നെ സ്പൈഡർമാനൊക്കെ നിന്ന് വയ്യാണ്ടായി, അതുകൊണ്ട് ഇരുന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത പണി കിട്ടി, നല്ല ബ്ലോക്ക്. അപ്പോൾ എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുക. അപ്പം അങ്ങനെ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.